വന്നു എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് തിരിച്ചെത്താമെന്ന് വാക്കു പറഞ്ഞ് യാത്രയായ രഞ്ജിത ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി പണി തീരാത്ത വീട്ടിൽ എത്തിയിരിക്കുകയാണ്. രഞ്ജിതയുടെ എക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു തനിക്കും തന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു വീട് വേണമെന്നുള്ളത്. എന്നാൽ രഞ്ജിതയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കത്തക്ക രീതിയിൽ ആ വീടിന്റെ പണി ആരംഭിച്ചുവെങ്കിലും പണി മുഴുവിപ്പിക്കാനായിട്ട് സാധിച്ചില്ല. അതിനു മുമ്പേ തന്നെ ഈ ലോകത്ത് നിന്ന് രഞ്ജിത യാത്രയായി. നമുക്കറിയാം, ഹൈദരാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയെ കുറിച്ച്. രഞ്ജിതയുടെ മരണ വാർത്ത കേരളത്തെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് രഞ്ജിത. പുല്ലാട് രഞ്ജിത പഠിച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് രഞ്ജിതയുടെ മൃതശരീരം. ഉച്ചയ്ക്ക് 1:30 രഞ്ജിതയുടെ സ്വന്തം വീട്ടിൽ പൊതുദർശനത്തിന് കൊണ്ടുവരും. അത് രഞ്ജിതയുടെ മക്കളുടെ വാർത്തകളൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഭർത്താവിൽ നിന്നും ബന്ധം വേർപെടുത്തിയ രഞ്ജിത സ്വന്തം മക്കളെ പോറ്റുന്നതിനാണ് വിദേശത്ത് ജോലിക്കൊക്കെ പോയത്. എന്റെ മക്കൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം, അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തന്നെ രഞ്ജിത തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ രഞ്ജിത ഈ ലോകത്തുനിന്ന് യാത്രയായത്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്നത്. ആ കുട്ടികൾക്ക് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്ന ആ മൂത്ത കൊച്ചി ഒരു 10ാം ക്ലാസ്സിലെങ്കിലും എത്തി എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും ആശ്വസിക്കാൻ ഒരു വഴിയുമില്ല. കാരണം രഞ്ജിത വിദേശത്തായിരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത് രഞ്ജിതയുടെ അമ്മയാണ്. എന്നാൽ രഞ്ജിതയുടെ അമ്മയും ഇപ്പോൾ ഒരു രോഗിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര സങ്കടമാണ് അവരുടെ കാര്യങ്ങൾ. എന്നാൽ രഞ്ജിതയുടെ മുൻ ഭർത്താവായിരുന്ന അദ്ദേഹം ഭയങ്കര കുടിയനും കുഞ്ഞുങ്ങളെയും രഞ്ജിതനെയും നോക്കാതെ ആയതിനു ശേഷമാണ് രഞ്ജിത അദ്ദേഹത്തെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടിയൊക്കെ മാറി അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ ഒന്ന് ഏറ്റെടുത്തായിരുന്നു നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും. രഞ്ജിതയ്ക്കും ഈ 2 കുഞ്ഞുങ്ങൾക്കും ആശ്രയം കൊടുക്കേണ്ട സമയത്ത് അവരെ തള്ളിക്കളഞ്ഞവരാണ് അദ്ദേഹം. എന്നാൽ പോലും ഈ ഭൂമിയിൽ അവർക്കൊരു തുണ വേണം. ആ കുഞ്ഞുങ്ങളൊന്നും പറക്കാൻ പറ്റുന്നവർ അല്ലെങ്കിൽ അവർക്കൊരു പ്രാപ്തിയാവുന്നോടം വരെ അവർക്ക് സംരക്ഷണം വേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചു പോകണം അദ്ദേഹത്തിന് നല്ല സ്വഭാവം വന്നിരുന്നെങ്കിൽ എന്ന്. വിമാന അപകടം നടന്ന് 12 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിയിരുന്നത്. ഈ ഫ്ലൈറ്റിന് തീ പിടിച്ചതുകൊണ്ട് ഒരുപാട് മൃതദേഹങ്ങൾ കരിഞ്ഞു പോയതുകൊണ്ടും ടെസ്റ്റുകളൊക്കെ നടത്തി ആൾക്കാരെ കൺഫേം ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് അയക്കാൻ. അതുകൊണ്ട് DNA പരിശോധനകളൊക്കെ പുരോഗമിക്കുകയായിരുന്നു. രഞ്ജിതയുടെ ഇളയ സഹോദരന്റെ DNA ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതും ഡിലേ ആയ കാര്യങ്ങൾക്ക് പിന്നീട് അമ്മയുടെ DNAയുമായിട്ടാണ് മാച്ച് ആയത്. അങ്ങനെയാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനും സാധിച്ചത്. എന്നാൽ ഈ വാർത്തകളൊക്കെ പുറത്തു വന്ന സമയത്ത് ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ കമന്റ് ഇട്ട ആള് ആദരാഞ്ജലികൾ എന്ന് പറയുന്നു. അതോടൊപ്പം അമ്മയാണ് അമ്മ. സമയത്ത് പറയാൻ പറ്റുന്നതാണോ എന്നറിയില്ല, എന്നാലും പറഞ്ഞു പോവുകയാണ്. സഹോദരന്റെ DNA മാച്ച് ചെയ്യുന്നില്ല, എന്തോ ഒരു പന്തികേട് ഉള്ളതുപോലെ എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് തോന്നാവുന്നതാണ് എന്തുകൊണ്ട് സഹോദരന്റെ DNA മാച്ച് ആയില്ല എന്ന് പലരും ചിന്തിച്ചു പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശരീരങ്ങളൊക്കെ വളരെ മോശം അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് DNA കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് അമ്മയോ അപ്പനോ പോലുള്ള ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്നുള്ള DNA ആയിരിക്കും കൂടുതൽ മാച്ച് ആവുന്നത്. അങ്ങനെ വരുന്നതാണ്. അല്ലാതെ അവരുടെ DNAയിൽ എന്താണ് ഒരു പന്തികേട് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. കാരണം അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ മതി, അങ്ങനെ ആ DNA മാച്ച് ആവുന്നില്ലെങ്കിൽ അത്രയും മോശം അവസ്ഥയിലായിരിക്കാം ആ ശരീരം എന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്. എന്തായാലും രഞ്ജിതയുടെ മൃതശരീരം സ്വന്തം ജന്മനാടായ പുല്ലാട് എത്തിയിരിക്കുകയാണ്. ഇന്ന് തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്ത് മൃതദേഹം മറവ് ചെയ്യും. എനിക്ക് വേണ്ടി രഞ്ജിതയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് മൂത്ത മകനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം.